നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സാധാരണക്കാരായ പ്രവാസിക്ക് നാട്ടിലെ ഓണാഘോഷം സ്വപ്നം മാത്രമായി തുടരുകയാണ്. ഓണക്കാലത്ത് നാട്ടിലെത്താനുള്ള പ്രവാസികളുടെ ആഗ്രഹത്തിന് ഇരുട്ടടിയാവുന്നത് വിമാന കമ്പനികളുടെ കഴുത്തറപ്പൻ രീതിയാണ്. 3-4 മടങ്ങ് അധികമാണ് ഉത്സവാഘോഷക്കാലത്തെ ടിക്കറ്റ് നിരക്ക്. കുടുംബവുമായി നാട്ടിൽ ഓണം ആഘോഷിക്കാൻ എത്തുന്നവർ തിരിച്ചു പോകുന്ന സമയത്തും ടിക്കറ്റ് നിരക്ക് വൻതോതിൽ കൂട്ടിയിട്ടുണ്ട്. ഈ മാസം 20-ാം തീയതി മുതൽ സെപ്റ്റംബർ 10 വരെ സൗദി അറേബ്യ, UAE സെക്ടറുകളിലാണ് നിരക്ക് വർധനവ് കൂടുതൽ. മധ്യവേനൽ അവധിക്ക് അടച്ച UAE സ്കൂളുകൾ ഈ മാസം 28-ാം തീയതി തുറക്കും. മറ്റിടങ്ങളിൽ സെപ്റ്റംബർ 1-നും കുടുംബസമേതം എത്തിയവർക്ക് തിരുവോണത്തിന് പിന്നാലെ മടങ്ങേണ്ടി വരും. ബഡ്ജറ്റ് എയർലൈനായ എയർ ഇന്ത്യ എക്സ്പ്രസിൽ 4 അംഗ കുടുംബത്തിന് ജിദ്ദയിലെത്താൻ 1.80 ലക്ഷത്തോളം രൂപ വേണം. 45,000 രൂപയാണ് ഒരാളുടെ ടിക്കറ്റ് നിരക്ക്. സാധാരണ 25,000 രൂപ ചിലവാകുന്നിടത്താണിത്. ദുബായിലേക്ക് പോകാൻ 1.5 ലക്ഷത്തോളം ചിലവാകും. ഒരാൾക്ക് 33,000 മുതൽ 35,000 രൂപ വരെയാണ് നിരക്ക്. സാധാരണ 10,000 രൂപയ്ക്കുള്ളിൽ ടിക്കറ്റ് ലഭിക്കാറുണ്ട്. നിലവിൽ വിദേശ വിമാന കമ്പനികളിൽ താരതമ്യേന കൂടിയ നിരക്കാണ്. സെപ്റ്റംബർ 15-നകം ഭൂരിഭാഗം പേരും ഗൾഫിൽ തിരിച്ചെത്തുമെന്നതിനാൽ ഇതിനുശേഷം ടിക്കറ്റ് നിരക്ക് കുത്തനെ കുറയും. ഓണ സീസണിലെ വിമാന ടിക്കറ്റ് നിരക്ക് വർധനവിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് സിവിൽ വ്യോമയാന വകുപ്പ് മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്ത് നൽകിയിരുന്നു. ടിക്കറ്റ് നിരക്ക് നിശ്ചയിക്കാനുള്ള അവകാശവും അധികാരവും വിമാന കമ്പനികൾക്കാണെന്നാണ് കേന്ദ്രം മറുപടി നൽകിയിരിക്കുന്നത്. പ്രവാസികളുടെ കഴുത്തറക്കുന്ന വിമാന കമ്പനികളെ നിലയ്ക്ക് നിർത്താൻ ഗൾഫിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ ചാർട്ടർ വിമാന സർവീസുകൾക്കുള്ള സംസ്ഥാനത്തിൻ്റെ ആവശ്യം കേന്ദ്രം അംഗീകരിച്ചിട്ടില്ല. ചാർട്ടർ വിമാനങ്ങളും നിലവിലുള്ളതിന് പുറമെ അധിക സർവീസുകളും അനുവദിക്കാൻ നയപരമായ തീരുമാനം ആവശ്യമാണെന്നും ഇപ്പോൾ ഇത്തരം തീരുമാനങ്ങൾ എടുത്തിട്ടില്ല എന്നുമാണ് കേന്ദ്രത്തിൻ്റെ നിലപാട്. വ്യോമയാന മന്ത്രാലയത്തിൻ്റെ അനുമതി ലഭിച്ചാൽ 175 സീറ്റുള്ള വിമാനങ്ങൾ ചാർട്ടർ ചെയ്യാൻ സർക്കാർ ഒരുങ്ങവെയാണ് ഈ തിരിച്ചടി. ചാർട്ടർ വിമാന സർവീസിന് വ്യോമയാന മന്ത്രാലയത്തിൻ്റെ അനുമതിക്കായി മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു.